everyone, this is me, Casac Benjali. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ എല്ലാവരും ആവശ്യമുള്ള ടോപ്പിക്കാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഹൗ ക്യാൻ ഐ ബി ഹാപ്പി ഓൾവേസ്? എനിക്ക് എങ്ങനെ ഹാപ്പി ആയിരിക്കാൻ പറ്റും? എല്ലാ സമയത്തും എനിക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കണം, എനിക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ കഴിയണം. എങ്ങനെയാണ് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കാറുള്ള ചോദ്യം. അതിനുള്ളൊരു ഉത്തരമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ ഒരു സീക്രട്ട്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക എന്ന് പറയുന്നത്, എപ്പോഴും എല്ലാവർക്കും ഹാപ്പി ആയിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം എല്ലാവരുടെ ലൈഫിലും സെറ്റ് ബാക്സ് ഉണ്ട്, എല്ലാവരുടെ ലൈഫിലും പരാജയങ്ങളുണ്ട്, എല്ലാവരുടെ ലൈഫിലും ഇമോഷണൽ ട്രാജഡീസ് കടന്നു പോയിട്ടുണ്ട്. ചാലഞ്ചസ് ഫേസ് ചെയ്യാതെ ഒരാളും മുന്നോട്ട് പോയിട്ടില്ല. എത്ര ഹാപ്പി ആയിരിക്കുന്ന ആളാണെങ്കിലും ശരി, ഏതൊക്കെ വിജയങ്ങൾ നേടിയ ആളാണെങ്കിലും ശരി, പലപ്പോഴും ഇമോഷണൽ ട്രാജഡീസ്, പ്രോബ്ലംസ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. ആരുമില്ല 100% ടൈമിൽ വളരെ പ്ലസൻ്റ് ആയിട്ട് ഇരിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഇരിക്കാൻ കഴിയുന്ന ആളുകൾ. പക്ഷേ എപ്പോഴും ഹാപ്പി ആയിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി എപ്പോഴും അല്ലെങ്കിലും കൂടുതൽ സമയത്തും ഹാപ്പി ആയിരിക്കാൻ പറ്റും ബൈ അക്വയറിങ് ദ ഇമോഷണൽ മെച്യൂരിറ്റി. ചാലഞ്ചസ് വരും, അത് കഴിഞ്ഞാൽ അതിന് വിഷമമുള്ള സമയം വരും. നമുക്ക് ഏറ്റവും അടുത്തൊരാളുടെ മരണം, അത് നമ്മളെ വിഷമിപ്പിക്കുക ചെയ്യും. എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിലും ശരി, എത്ര പീസ്ഫുൾ ആയിട്ടാണെങ്കിലും ശരി, വിഷമിപ്പിക്കും. പക്ഷേ ആ വിഷമത്തിൽ നമ്മുടെ ഇമോഷണൽ ബാലൻസ് പോകാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിനെ നേരിടാൻ കഴിയുന്ന തലത്തിലേക്കുള്ള ഇമോഷണൽ മെച്യൂരിറ്റി നേടാനും ബാക്കിയുള്ള സമയങ്ങളിൽ കൂടുതലായിട്ട് ഹാപ്പി ആയിരിക്കാനും കഴിയുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നത്. ഒന്നുമല്ല, എത്രയൊക്കെ ഇമോഷണൽ ട്രാജഡി ഉണ്ടെങ്കിലും ശരി, നമ്മൾ എത്ര പരാജയപ്പെട്ടിരിക്കുകയാണെങ്കിലും ശരി, എത്ര വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു 100 കാരണമെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ വരും. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടങ്ങളുടെ കെട്ടിങ്ങോട്ട് അയക്കും. എനിക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, നിരാശയുണ്ട്, സങ്കടമുണ്ട്, എന്നോട് അതവർ ചെയ്തിട്ടുണ്ട്, ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള നിരന്തരമായിട്ടുള്ള പരാതികളുടെ കെട്ട് അങ്ങോട്ട് അഴിക്കും. കൃത്യമായിട്ട് നമ്പർ വെച്ചിട്ട് അറിയാം ഇവർക്ക് ദുഃഖിക്കാനുള്ള കാരണങ്ങൾ, സങ്കടപ്പെടാനുള്ള കാരണങ്ങൾ, നിരാശനാവാനുള്ള കാരണങ്ങൾ, പരാജയപ്പെടാനുള്ള കാരണങ്ങൾ, വിഷമിക്കാനുള്ള കാരണങ്ങൾ കൃത്യമായിട്ട് എണ്ണം പറഞ്ഞ് അവർക്കറിയാം. അവർ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് ഇതാണ് പ്രശ്നം, അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിരന്തരമായിട്ട് പറയും. ബട്ട് മൈ ക്വസ്റ്റ്യൻ ടു ദം ആൻഡ് ടു യു, ഹാവ് യു എവർ ടേക്കൺ യുവർ ഗുഡ് ഇൻവെൻട്രി? Have you ever list your pleasant inventory? അതായത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന വസ്തുക്കളുടെ, സന്തോഷിപ്പിക്കുന്ന കാരണങ്ങളുടെ ഇൻവെൻട്രി നിങ്ങൾ എടുത്തിട്ടുണ്ടോ? Have you ever done this before? This is my question to you. നിങ്ങളുടെ സങ്കടപ്പെടാനുള്ള കാരണങ്ങളുടെ ഇൻവെൻട്രി നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ നിരാശപ്പെടാനുള്ള, നിങ്ങളുടെ പരാജയപ്പെടുത്തുന്ന കാരണങ്ങളുടെ, നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന കാരണങ്ങളുടെ ഇൻവെൻട്രി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, അതിൻ്റെ ലിസ്റ്റ് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നടക്കുന്നത്. ഒന്നും ചോദിക്കണ്ട. നിങ്ങളെ വിഷമിപ്പിച്ച ആളുകളുടെ ലിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളെ വിഷമിപ്പിച്ച കാരണങ്ങളുടെ, അനുഭവങ്ങളുടെ സീരീസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലിസ്റ്റ് മുഴുവൻ നിങ്ങൾക്ക് പറയാൻ കഴിയും. പക്ഷേ ഹാവ് യു എവർ ടേക്ക് യുവർ ഗുഡ് ഇൻവെൻട്രി? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുള്ള ഗുഡ്നെസ്സിൻ്റെ ഇൻവെൻട്രി നിങ്ങൾ എടുത്തിട്ടുണ്ടോ? Start taking your goodness inventory. What is that? What are the goodnesses are there? And what are the good things are in our life? And how we blessed with the good things? എങ്ങനെയാണ് നമ്മൾ ബ്ലെസ്ഫുൾ ആയിരിക്കുന്നത്? എടുത്തിട്ടുണ്ടോ? ഒന്ന് ശ്രമിച്ചു നോക്ക്. നമുക്ക് എന്തെല്ലാം ഉണ്ട്? എത്രയൊക്കെ ആണെങ്കിലും ശരി, നമുക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം ഉണ്ട്? നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ലിസ്റ്റ് 1, എനിക്ക് കാഴ്ച ശക്തി ഉണ്ട് എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന വാക്യങ്ങൾ കേൾക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളുടെ ശബ്ദം കേൾക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളുടെ ശബ്ദം കേൾക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, ലോകത്ത് ഈ പ്രകൃതിയുടെ ഭംഗി കാണാൻ കഴിയാത്ത 100 കണക്കിന്, 1000 കോടിക്കണക്കിന് മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യരെങ്കിലും ഉള്ള ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം, അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്
ഈ ലോകത്ത് ഒരിക്കലെങ്കിലും കൺകുളിർക്കെ കാണുക. തന്നെ ജനിപ്പിച്ച് തന്നെ നൊന്ത് പ്രസവിച്ച അമ്മയുടെ മുഖമൊന്ന് കാണുക. തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് തന്നെ വളർത്തുന്ന അച്ഛൻ്റെ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തിൽ എനിക്ക് മരിച്ചാലും പിന്നെ വേണ്ടിയില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. കാത് കേൾക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, ശബ്ദം കേൾക്കാൻ കഴിയാത്ത ആളുകൾ. അവരുടെ ലോകത്തെല്ലാം നിശബ്ദമാണ്. എല്ലാം നിശബ്ദമായി പോയ ആളുകളുടെ വേദന, വിഷമങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ താരാട്ടുപാട്ട് കേൾക്കാൻ കഴിയാതെ പോകുന്ന, തൻ്റെ കുഞ്ഞിൻ്റെ വളരെ എന്ന് പറയുന്ന ജനിച്ചു വീഴുന്ന കുട്ടിയുടെ കരച്ചിലിൻ്റെ ആ കിളിനാദം, ആ മനോഹരമായ ശബ്ദം പോലും കേൾക്കാൻ കഴിയാത്ത നൂറുകണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിവുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈകൾ ചലിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാഥമിക കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യുന്നതാണെങ്കിൽ അതിനെ ലിസ്റ്റ് ചെയ്യണം. എന്നിട്ട് പറയണം, ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്ന എൻ്റെ ജീവിതം, എനിക്ക് വിഷമങ്ങളുണ്ട്, എന്നോട് പലരും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, ദുഃഖങ്ങളുണ്ടായിട്ടുണ്ട്, സങ്കടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെയാണെങ്കിലും ശരി, ഞാൻ ഈ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് എൻ്റെ ജീവിതം. ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഏറ്റവും വലിയ സ്വപ്നമാണ് ഞാൻ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, കണ്ണ് കാണാനും കാത് കേൾക്കാനും വായ കൊണ്ട് സംസാരിക്കാനും കൈകൾ കൊണ്ട് ചലിപ്പിക്കാനും കാലുകൊണ്ട് എഴുന്നേറ്റ് നടക്കാനും കഴിയുമെങ്കിൽ അത് ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നമാണ്. വർഷങ്ങളായിട്ട് ബെഡ് റിഡൺ ആയി കിടക്കുന്ന ആളുകളുടെ വിഷമം നിങ്ങൾ എപ്പോഴെങ്കിലും അനലൈസ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ അനലൈസ് ദ പെയിൻ ഓഫ് ദ ബെഡ് റിഡൺ പീപ്പിൾ? ദേ ബീൻ in bed for a long years and they're facing their all primary necessities are fulfilling within their sleeping bed. Do you want to experience that? Will you be happy with it? Never ever be happy. നിങ്ങൾ ഹാപ്പി ആവോ? നിങ്ങൾ കിടക്കുന്ന ബെഡിൽ തന്നെയാണ് നിങ്ങളുടെ 1-2 മലമൂത്ര വിസർജനം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഹാപ്പി ആകുമോ? മൈ ഡിയർ ഫ്രണ്ട്സ്, എത്ര വിഷമമുണ്ടെങ്കിലും ശരി, നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെങ്കിൽ യു ആർ വൺ ഓഫ് ദ ലക്കിയസ്റ്റ് ഹ്യൂമൻ ബീയിങ് ഇൻ ദിസ് യൂണിവേഴ്സ്. കാരണം എനിക്കൊന്നും വേണ്ട, എനിക്ക് ഈ മലമൂത്ര വിസർജനം ചെയ്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യവാനായി എന്ന് വിചാരിച്ച് നടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഇന്ന് ആശുപത്രിയിലും അതുപോലെ തന്നെ ഇരുണ്ടടഞ്ഞ റൂമുകളിലും കിടക്കേണ്ടി വരുന്നവരുടെ ലോകത്ത് നമ്മളിങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോഴും നമ്മൾ പറയുന്നു, അയ്യോ എനിക്കൊന്നുമില്ല, എന്നോട് എല്ലാവരും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്, എന്നെ ആരും സ്നേഹിക്കുന്നില്ലെന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോഴും. നിങ്ങളെ സ്നേഹിക്കാൻ ലോകത്ത് ഒരാളെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അച്ഛനോ അമ്മയോ സുഹൃത്തോ കൂട്ടുകാരോ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഗ്ലാസ് വെള്ളത്തെ വായയിലേക്ക് ഒഴിച്ച് കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. കാരണം ശുദ്ധജലം കുടിക്കാനില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യരുടെ ലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം ഉണ്ടായിട്ട് പോലും അത് വായിലൂടെ കുടിക്കാൻ കഴിയാതെ മൂക്കിലൂടെ കുടിക്കേണ്ടി വരുന്ന ആളുകൾ, തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നിട്ടും മറ്റ് അസുഖങ്ങൾ വന്നിട്ടും കുടിക്കുന്ന വെള്ളത്തിൻ്റെ രുചി അറിയാതെ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അറിയാതെ കഴിക്കേണ്ടി വരുന്ന ആളുകളുടെ വിഷമങ്ങൾ ലോകത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും അനലൈസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ഒന്ന് ഇൻവെൻട്രി എടുത്ത് നോക്കും. നിങ്ങൾക്ക് കിടക്കാൻ വീടുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെരുപ്പും വസ്ത്രവും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബന്ധുക്കളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ, കൈകളുണ്ടെങ്കിൽ, കാലുണ്ടെങ്കിൽ, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് ഫുൾ ടൈം ദുഃഖിച്ചിരിക്കാൻ അർഹതയില്ല, അവകാശമില്ല. ബിക്കോസ് നിങ്ങൾക്കുള്ളതിൻ്റെ 10-1 അനുഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്, ഏറ്റവും വലിയ സന്തോഷവാനായിരിക്കും എന്ന് തീരുമാനിച്ച് നടക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എപ്പോഴും ഹാപ്പി ആക്കുക? നമ്മുടെ മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യണം. നമ്മുടെ മനസ്സിനകത്ത് കുട്ടിക്കാലം മുതൽ കയറിക്കിടക്കുന്ന ഹൈ നെഗറ്റിവിറ്റി നമ്മുടെ അതിഭീകരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എത്ര വലിയ ബ്ലെസ്സിങ് ഉണ്ടായിട്ട് നെഗറ്റീവായി പോകുന്നത്. എനിക്കറിയാം, എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ എന്നിട്ടും എൻ്റെ മനസ്സ് നിരന്തരമായിട്ട് നെഗറ്റീവായി പോകുന്നു, എന്നെ കൂടുതൽ ഭീകരമായിട്ട് വേട്ടയാടുന്നു. ഞാനിതിന്ന് എങ്ങനെ പുറത്ത് കിടക്കുന്നു ചോദിക്കുന്നവർക്കുള്ള യഥാർത്ഥ ഉത്തരമാണ് മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ.
നിങ്ങൾ മൈൻഡ് ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ റീഡയറക്ഷനിലേക്ക് പോയിട്ട് പുതിയൊരു ലോകത്തിലേക്ക് നിങ്ങളുടെ ലൈഫിനെ റീഡയറക്റ്റ് ചെയ്യാൻ, കാണുന്ന കാഴ്ചകളെ വ്യത്യസ്തമായ രീതിയിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പർപ്പസ് തിരിച്ചറിഞ്ഞ് ലോകത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സ്വപ്നം നേടാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ലൈഫിനെ റീഡയറക്റ്റ് ചെയ്യുന്ന, റീ എഞ്ചിനീയർ ചെയ്യുന്ന പ്രോഗ്രാമാണ് സെൽഫ് മാസ്റ്ററി. ഈ വരുന്ന ഓഗസ്റ്റ് 4 കണ്ണൂരിൽ വെച്ച് നടക്കുന്ന സെൽഫ് മാസ്റ്ററിയിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ആരുടെയോ വിധിയുടെയോ ആരുടെയോ പ്രവൃത്തിയുടെ ഫലമല്ല. 100% അവർ ലൈഫ് ഈസ് അവർ ചോയ്സ്. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ ലൈഫ് ഇന്ന് എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്ത്, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ, നിങ്ങളുടെ ചിന്തയിലൂടെ, നിങ്ങളുടെ വിശ്വാസത്തിലൂടെ, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങൾ തിരഞ്ഞെടുത്തതാണ്. നിങ്ങൾക്ക് പുതിയൊരു ലൈഫ് വേണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന, സ്വപ്നം കാണുന്ന ഒരു ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. നിങ്ങളുടെ മൈൻഡിനെ മനസ്സിലാക്കുന്നത് വഴി, നിങ്ങളുടെ മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പഠിക്കുന്നത് വഴി, നിങ്ങളുടെ മൈൻഡിൻ്റെ മാനുവലിനെ കുറിച്ച് കൃത്യമായി ട്രെയിൻ ചെയ്യപ്പെടുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ സ്വന്തമാക്കാൻ പറ്റും. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, പുറത്ത് GCC രാജ്യങ്ങളിലുമെല്ലാം നൂറുകണക്കിന് ആളുകളുടെ ലൈഫിൽ സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ വലിയ തോതിലുള്ള ട്രാൻസ്ഫോർമേഷൻ നടത്താൻ കഴിയൂ എന്ന കോൺഫിഡൻസിൽ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം എൻ്റെ വീഡിയോ കാണുന്നവരിൽ എൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തവരുണ്ട്, നൂറുകണക്കിന് ആളുകളുണ്ട്. അവരുടെ ലൈഫിലൊക്കെ ഒരു പുതിയ ദിശ തീരുമാനിക്കാൻ കഴിഞ്ഞ ഒരു നമ്പർ 1 ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമാണ് സെൽഫ് മാസ്റ്ററി. സ്വാഗതം നിങ്ങൾക്ക്. ഞാൻ കസാക് ബെൻജാലി.